ഇന്ന് മാങ്ങാച്ചാറാക്കാൻ പോയേ. ഞാനന്ന് പച്ചമാങ്ങ വെയിലിന് ഒരു ദിവസം ഇട്ടിട്ട് വാട്ടി വെച്ചതാണ്. ഒന്നും ആയിട്ടില്ല, കളറൊന്ന് മങ്ങിയിനി. ഒരു വെയിൽ കൊണ്ടതിൻ്റെ എപ്പോഴും അങ്ങനെ ഓരോന്ന് കഴിയുന്തോറും എടുക്കലാണ്. അങ്ങനെ ഇന്നലെ ആക്കാൻ വിചാരിച്ചത്, ഇന്നലെ എനിക്കൊന്നും കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇതാക്കിയെന്ന് ഞാൻ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓരോന്ന് കുറച്ച് കാന്താരി മുളക്, വെള്ളക്കാന്താരി മുറിച്ചിട്ടൊന്നുമില്ല, ഇങ്ങനെ ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇങ്ങനെ എള്ളെണ്ണ ആക്കിയിട്ടുണ്ട്, നല്ലെണ്ണ. ഇനി ഒരു കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് മുളക് പൊടി ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളമാക്കി തിളപ്പിച്ചിട്ടിടാം. അതിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് തിളപ്പിച്ചിട്ട് നമുക്ക് മാങ്ങയുടെ അതിൽ സ്റ്റൗ കത്തിച്ച് ഇങ്ങനെ എണ്ണയിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്, വേണം കുറച്ച് കഴിക്കാൻ. എണ്ണ എത്രയായാലും നല്ലതാണ്. വേറൊന്നും ഞാനിത് ചേർക്കുന്നില്ല, അധികമൊന്നും ഉലുവയൊന്നും ഇതിലിടുന്നില്ല. വേണമെങ്കിൽ കടുക് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ടിടാം. മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് കടുക് ഞാനിടുന്നുണ്ട്. നമ്മൾ ഈ കയ്യിൽ തന്നെ എടുക്കാം. ഇതാകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇളക്കാൻ കനവുമില്ല, ഇളക്കാനിത് നല്ല ഇതാണ്. എല്ലാവർക്കും നമ്മൾ പണ്ടേ ഇല്ല പലഹാരമാക്കുന്ന കയ്യിൽ. അത് പൊട്ടട്ടെ. കണ്ടില്ലേ, കുമിട്ടി പിരിയമുളകിൻ്റെ പൊടിയാണ് ഇട്ടത്. ചവണം മാറിയില്ല, ഇടുന്ന നിങ്ങളെ കാണിച്ചില്ല. ആട്ടക്കന്നെ എടുക്കുകയെന്നു വീഡിയോ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് എനിക്ക് എടുത്തിട്ടുണ്ട് ഞാൻ. സ്റ്റീൽ പാത്രത്തിന് വേഗം കരിഞ്ഞു പോകുമല്ല. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കുന്നത്, ചൂടുവെള്ളം ഒഴിക്കഴിഞ്ഞ് ഇതിനൊരു 3 സ്പൂണ് 3 കയ്യിലെടുത്തു. ചെറിയ കയ്യിൽ അതിന് മുളക് പൊടി ആവശ്യത്തിന് എടുക്കാമല്ലോ. കുറച്ചുകൂടെ വയ്ക്കാം. ഒരുപാടൊന്നും കൂട്ടിയൊന്നും വേണ്ട, നമുക്ക് വീട്ടിലേക്ക് വേണ്ടുന്നതല്ല, വേഗം കഴിയും ചെയ്യും. പെട്ടെന്ന് കഴിയും. പീടികയിൽ പോയിട്ട് സ്ഥിരം വാങ്ങിയിട്ട് ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങുന്നു വേണ്ട. നമുക്ക് വേണ്ടുന്നത് എന്തെങ്കിലും ആയിട്ടുണ്ടാവുമല്ലോ, അത് നമ്മൾ ഉണ്ടാക്കിയാൽ എത്ര പെട്ടെന്നാവും ഇതെല്ലാം. ഉണ്ടല്ലേ, തീ ആക്കട്ടെ. ഞാൻ തീ കെടുത്തിന്. മുളക് ഞാൻ കയ്യിലിടാൻ മറന്നുകൂടാ. ഇത്ര കഥകടാണ്. ഇതിന്ന് ആദ്യം വാട്ടിയെടുക്കുക. എണ്ണ വെച്ചിട്ട് പിന്നൊന്ന് വാട്ടിയതിലിടാം. കളക്കട്ടെ. അതിൽ കാന്താരി മുളകിലിട്ടു ഞാൻ വാട്ടിയിട്ട്. തിളക്കുന്ന സമയത്ത് ഞാൻ 2 പേര് ഈ അമ്മ കവിത എല്ലാം ഞാൻ യൂട്യൂബിൽ വന്നിരുന്ന ഈ അമ്മ കവിത കേട്ടോണ്ടാണ്. അത് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് മുതൽ എത്രയോ കൊല്ലമായി കുറേ കാലം കിടന്നു എല്ലാം. ഞാൻ എൻ്റെ ഏറ്റവും പിന്നെ ഒരു കുടുംബം തന്നെയാണ് ഈ യൂട്യൂബ് പറഞ്ഞാൽ. എൻ്റെ ഒരു കുടുംബം പോലെയാണ് എനിക്ക്. ഇതില്ല എങ്കിൽ ഞാനില്ല പറഞ്ഞ മാതിരിയാണ്. തളർന്ന് കിടക്കുമ്പോൾ എനിക്ക് കൂട്ടായിട്ട് ഈ കവിതകളും യൂട്യൂബും എല്ലാം എനിക്ക് യൂട്യൂബാണ്. അതിപ്പം തുടരുന്ന എത്രയോ കൊല്ലത്തെ ബന്ധമാണ് എനിക്കത്. ഫോണൊന്നും അറിയാത്ത ഞാനാണ്. ഒന്ന് ഫോണെന്ന് എന്നാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഇപ്പം അതിൻ്റെ എല്ലാം അറിയില്ലെങ്കിലും കൂടെ എനിക്കറിയുമ്പോൾ ഞാൻ ചെയ്യും. ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ട കവിതയിലാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് ഈ 2 പേര് എൻ്റെ പ്രിയപ്പെട്ടവർ ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പാടിയിട്ട് ലൈവിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം കേൾപ്പിക്കായിരുന്നു. പക്ഷെ അത് എനിക്ക് പറ്റുന്നില്ല ലൈവിലൊന്നും വരാൻ. അതുകൊണ്ട് ഞാനിങ്ങനെ പാചകത്തിൻ്റെ ഇടയ്ക്കാൻ ഈ 2 പേരും മൂളിയിട്ട് നിങ്ങൾക്ക് കേൾപ്പിക്കാം. അതിൽ എനിക്കാവുമല്ലോ. അകലെ
കിനാവിൻ്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നെ മാടി വിളിക്കുന്നു. അകലെ കിനാവിൻ്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നെ മാടി വിളിക്കുന്നു. അതു കേട്ടൊരടിയും ചലിക്കുവാനാകാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി. അതു കേട്ടൊരടിയും ചലിക്കുവാനാകാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി. തിരികെട്ട് പോയ വിളക്കിൻ്റെ മുമ്പിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. തിരികെട്ടുപോയ വിളക്കിൻ്റെ മുമ്പിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. അകലെ കിനാവിൻ്റെ ഉമ്മറത്തെന്നമ്മ അരികെ വായെന്നെ മാടി വിളിക്കുന്നു. അതു കേട്ടൊരടിയും ചലിക്കുവാനാകാതെ അതിരുകൾക്കിപ്പുറം ഞാനും തളർന്നു പോയി. തിരികെട്ട് പോയ വിളക്കിൻ്റെ മുമ്പിൽ ഞാൻ തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. തിരയുന്നു ജീവിത സൗഖ്യങ്ങളിക്കരെ. തളക്കലായി ഇത് പറ്റുമ്പോലെ ഇതൊരു കൈയോട് പിടിച്ചിട്ടാണ് എൻ്റെ പേര് എന്നെ കേൾപ്പിച്ചാലേ അമ്മ കവിത എനിക്ക് എപ്പോൾ കേട്ടാലും മതിയാവാത്തതാണ്. ഞാൻ കേൾക്കാത്തൊരു കവിത ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ. അച്ഛൻ അമ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ മക്കളും ഇതെല്ലാം കേൾക്കണം. അമ്മയും അച്ഛനും അത് കഴിച്ചിട്ടല്ലേ ബാക്കിയല്ലേ ഉള്ളൂ. അവരെ ദൈവത്തെ പോലെ കണക്കാക്കാൻ നമുക്ക് ആരും ഒരമ്മേനെയും അച്ഛനെയും ഒരാളെയും സഹോദരങ്ങളെയും കണ്ണുനീര് വീഴ്ത്താണ്ടിരിക്കുക. എപ്പോൾ പറയാൻ എനിക്കതേ ഉള്ളൂ എല്ലാ മക്കളോടും. അമ്മയില്ലാതെ ഒരു ജീവിതം അത് തികച്ചും അനുഭവിച്ച ഒരാളാണ് ഞാൻ. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും കുറേ കാലമായിട്ട് എല്ലാവർക്കും തന്നെ അറിയാലോ. അമ്മ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരിതാണ്. അതിലിട്ടു ഞാൻ മാങ്ങ. ഇടത് കൈക്ക് നല്ല വേദനയുണ്ട്. ഇടത് കൈക്ക് ഇന്നലെ ഒന്നും അറിയില്ല, ഇങ്ങനെ തന്നെ എപ്പോഴും വല്ലാത്തൊരു വേദനയായി. എക്സസൈസ് എല്ലാം ചെയ്തിട്ട് നേരെയാക്കുന്നുണ്ട്. എന്നാലും ഇങ്ങനെയെങ്കിലും നിങ്ങളെ മുമ്പിലേക്ക് വരാൻ എനിക്ക് പറ്റുന്നത് തന്നെ നിങ്ങളെല്ലാം ഒരു ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു ഇതായി പോട്ടേനു. നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും വേണം. എന്താ ഉണ്ടല്ലേ ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ മാങ്ങയില്ല സമയത്ത് വാട്ടി വെക്കാൻ ഇതുപോലെ ഒരു വാട്ടിയിട്ട് ആകുമ്പോൾ അതിനൊരു രുചി കൂടും. അങ്ങനെ ഇതുപോലെ ഒരു ദിവസം വെയിലിനിട്ട് ചെറിയ വെയിലിനിട്ടങ്ങ് വാട്ടി വെച്ചാൽ മതി. ഫ്രിഡ്ജുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോ വേണമെങ്കിൽ സൂക്ഷിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കേണ്ടി വരും. കുറച്ച് ഉപ്പും എല്ലാം വേണമെങ്കിൽ തിരുമ്മിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പാക്കറ്റ് പോലെ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഭരണിയിലിട്ടിട്ടോ അവിടെ വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ ഭരണിയിലാക്കി അവിടെ വെച്ചാൽ മതിയല്ല. അതുപോലെ ഇത് പിന്നെ ഇനി അതല്ല വേറെ മുറിച്ച് നമുക്ക് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചാലും മതി. ഞാനിവിടെ ഇട്ട് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. ഇത് കഴിയുമ്പോൾ അതും ആക്കാം. അത് നമുക്ക് കോരിയിൽ നിന്ന് എടുത്തിട്ട് ഇതുപോലെ ആക്കാമല്ലോ. എല്ലാ കാലത്തും നമുക്കതുപോലെ ആക്കാം. കിട്ടുമ്പോൾ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ പീടിയിൽ പോയി വാങ്ങേ വേണ്ട. നമ്മൾ അവരൊരുപാട് ഇത് സൂക്ഷിച്ച് പോയി പോകാതിരിക്കാൻ ഒരുപാട് അളവിലധികം കൂട്ടും ഈ വിനാഗിരി നല്ല രുചിയായിരിക്കും. അത് കൂട്ടാൻ നല്ല രുചിയായിരിക്കും. പക്ഷേ അത് നമുക്ക് സ്ഥിരം കഴിച്ചാൽ നമ്മളെ വയറിന് കേടല്ലേ, അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ നമ്മൾ പെണ്ണുങ്ങൾ തന്നെ ഇത് വിചാരിക്കണം. നല്ല ഭക്ഷണം നമ്മൾ മക്കൾക്കും എല്ലാവരും കൊടുക്കണം എന്നില്ല വിചാരിച്ചാൽ നമുക്ക് കുഞ്ഞുമക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാർ പറഞ്ഞാൽ. അല്ല അങ്ങനെ വാരി തിന്നും. അങ്ങനെയാണ്. അങ്ങനെയല്ല ഇതായിട്ടുണ്ട്. ഇപ്പോൾ ഇതാവാനായി കാക്കാനായി തിളക്കട്ടെ.
മാങ്ങ കുറച്ചധികം വെള്ളം കാണും. ഇത് ഒന്ന് ഇതാകുമ്പോൾ എല്ലാം അതിന് പിടിക്കാനേ ഉണ്ടാവും, കഷ്ണത്തിന് പിടിക്കാനേ ഉണ്ടാവും. വാടിയ പോലത്തെ മാങ്ങയല്ലേ, അതൊന്നിങ്ങനെ ആകുമ്പോൾ അതിന് ചൊറിഞ്ഞ് പിടിക്കാൻ മാത്രമേ ഉണ്ടാവും ചാറ്. നീ വാങ്ങി വെക്കാം. നമ്മുടെ അച്ചാറിതാ റെഡി ആയിട്ടാ. വീഡിയോ കണ്ട് ഇഷ്ടമായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ഇത് കാണുന്നവരൊരു ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. കാണുന്നവർ മറക്കാതെ ലൈക്ക് ചെയ്യണേ, അതും കൂടെ വേണമല്ലോ നമുക്ക്. മഴയുണ്ട് ഇപ്പോൾ.